ഒരബദ്ധം പറ്റി, ഞാൻ കാര്യഗൗരവമായിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്, പക്ഷേ അതിൻ്റെ മുൻപ് റെക്കോർഡിങ് ഓണാക്കാൻ വിട്ടുപോയി പെട്ടെന്ന് തിരക്കിൽ. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ തേർഡ് ചാപ്റ്ററിലോട്ട് പോവുകയാണ്. തേർഡ് ചാപ്റ്ററിൽ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഞാൻ പറയുന്ന പോലെ ഗോൾ കോൺഗ്രുവൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് അറ്റംപ്റ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ 9 ടെസ്റ്റ് ഓഫ് ഗുഡ് ഓർഗനൈസേഷൻ ഡിസൈൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രാറ്റജിക് കൺട്രോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പറയാനായിട്ടുള്ളത്. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജിയിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റ് സെൽഫ് മാനേജിങ് ടീംസ്, കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ ഡീൽ ചെയ്യുന്ന രീതിയിൽ, അല്ല അവർക്ക് ആ ഒരു രീതിയിലുള്ള ഇൻഡിപെൻഡൻസ് കൊടുക്കുന്ന ഒരു സംഭവത്തെയാണ് നമ്മൾ സെൽഫ് മാനേജിങ് ടീംസ് എന്ന് വിളിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ്, ഓക്കെ, ഓൺ ഡിസിഷൻ മേക്കിംഗ് ആണ്. കോർഡിനേഷൻ അമംഗ് ദംസേഴ്സ്, അവർ ജോബ് റൊട്ടേഷൻ ഈ പറയുന്നത് പോലെ തന്നെ നടത്തും. കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ആണ്. ഇപ്പോൾ ഫിനാൻസ്, ടാക്സേഷൻ, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഇടയ്ക്കിടയ്ക്ക് ജോലി ചെയ്യും. സോ ബേസിക്കലി ആരെങ്കിലും ഒരു ആബ്സെൻറ്റ് ചെയ്താലും അത് ഫില്ല് ചെയ്യാൻ പറ്റും. മോർ ഓട്ടോണമി, സ്വാതന്ത്ര്യം ഉണ്ടാവും. റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി അവർ തന്നെ ഏറ്റെടുക്കണം. പെർഫോമൻസ് ലിങ്ക്ഡ് ബോണസ് വിൽ വർക്ക് ആസ് അഡീഷണൽ മോട്ടിവേറ്റർ ഫോർ ദം. കൂടുതലായിട്ട് സെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ അവർക്ക് ആ രീതിയിലുള്ള എന്ത് കൊടുക്കും, ബെനിഫിറ്റ്സ് കൊടുക്കും. കോസ്റ്റ് സേവിങ്സ് വിൽ അറൈസ് ഡ്യൂ ടു എലിമിനേഷൻ ഓഫ് സൂപ്പർവൈസേഴ്സ്, കാരണം അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഷെയറിംഗ് ഓഫ് നോളേജ് ആൻഡ് എക്സ്പെർട്ടൈസ് എന്നുള്ള പോയിന്റാണ്. സോ സെൽഫ് മാനേജിംഗ് ടീംസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. പീപ്പിൾ ആസ് എ റിസോഴ്സ്, ഈ കാര്യങ്ങൾ, അതായത് മറ്റുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ, പഠിക്കുക എന്നുള്ളതേ പറയാനായിട്ടുള്ളൂ. എനിക്ക് ഇത്തവണ സ്ട്രക്ചറിൻ്റെ ബേസിൽ ഒന്നും ചോദിക്കുമെന്നൊന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഷോർട്ട് റിവിഷൻ ആയതുകൊണ്ട് തന്നെ. ഓക്കെ ഫൈൻ. സോ നമ്മുടെ ആളെത്തി. നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ 9 ടെസ്റ്റ് ഓഫ് ഗുഡ് ഓർഗനൈസേഷണൽ ഡിസൈൻ മൈക്കിൾ ഗൂൾഡ് ആൻഡ് ആൻഡ്രൂ ക്യാമ്പൽ ആണ് ഈ പറയുന്നത് പോലെ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ സ്യൂട്ടബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഫസ്റ്റ് ടെസ്റ്റ് ഈസ് വാട്ട് മാർക്കറ്റ് അഡ്വാൻറ്റേജ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. മാർക്കറ്റ് അഡ്വാൻറ്റേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഫോളോസ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഒരു എക്സ്പാൻഷൻ സ്ട്രാറ്റജി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഫംഗ്ഷണൽ സ്ട്രക്ചർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് ടു മൂവ് ഓൺ ടുവേർഡ്സ് ഈ പറയുന്നത് പോലെ ഡിവിഷണൽ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ, ഇഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ 2 steps in a production process is important to market advantage, then they should probably be placed in same structural unit. ഓക്കെ, സോ സ്ട്രക്ചർ ഫോളോ സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചാണ് സ്ട്രക്ചർ ഈ പറയുന്നതിൽ ഉണ്ടാവേണ്ടത്. സെക്കൻഡ് പോയിന്റ് ഈസ് പാരൻറ്റിംഗ് അഡ്വാൻറ്റേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല. അതായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ട്. അപ്പോൾ ഹെഡ് ക്വാർട്ടറിന് നല്ല രീതിയിലുള്ള എന്ത് കൊടുക്കണം, റോള് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ദി സ്ട്രക്ചറൽ ഡിസൈൻ ഷുഡ് ഫിറ്റ് ദ പാരൻറ്റിംഗ് റോൾ ഓഫ് ദി കോർപ്പറേറ്റ് സെൻറ്റർ. ഫോർ എക്സാമ്പിൾ, ഇഫ് കോർപ്പറേറ്റ് സെൻറ്റർ എയിംസ് ടു ആഡ് വാല്യൂ ടു സിനർജി മാനേജ്, ദെൻ ഇറ്റ് ഷുഡ് ഡിസൈൻ എ സ്ട്രക്ചർ ദാറ്റ് പ്ലേസസ് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യലിസംസ് അറ്റ് സെൻറ്ററിലാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. പീപ്പിൾസ് ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് കാണുന്ന ഫോർ എക്സാമ്പിൾ ആരെങ്കിലും പേര് വിളിക്കുക, രേവതി. ഓക്കെ, രേവതിക്ക് ഒരു അവിൽ മിൽക്ക് ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. രേവതിക്ക് അവിൽ മിൽക്ക് ഷോപ്പ് ഉണ്ട്. രേവതി അവിൽ മിൽക്ക് ഷോപ്പ് എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. പക്ഷേ രേവതി അവിൽ മിൽക്ക് ഷോപ്പ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രേവതിക്ക് വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് ഏൽപ്പിക്കാൻ പറ്റുന്ന ആരും ഇല്ലെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കരുത്. എന്നാൽ സ്ട്രക്ചറൽ ഡിസൈൻ മസ്റ്റ് വിത്ത് ദ പീപ്പിൾ അവൈലബിൾ. ഇറ്റ്സ് ഡേഞ്ചറസ് ടു സ്വിച്ച് കംപ്ലീറ്റ്ലി ഫ്രം എ ഫംഗ്ഷണൽ സ്ട്രക്ചർ ടു മൾട്ടി ഡിവിഷണൽ സ്ട്രക്ചർ ഇഫ് ഇറ്റ്സ് ലൈക്ലി ദി ഓർഗനൈസേഷൻ ലാക്സ് മാനേജേഴ്സ് വിത്ത് കോമ്പറ്റൻസ് ഇൻ റണ്ണിങ് ഡീസെൻട്രലൈസ് ബിസിനസ് യൂണിറ്റ്സ്. ഓക്കെ, അൽറി മന്തി ഷോപ്പ്, ആലുവയുള്ള മന്തി ഷോപ്പ് തൃശ്ശൂർ തുറന്ന സമയത്ത് അവരുടെ ഷെഫ് മറ്റേ ആലുവയിലത്തെ അത്ര സെറ്റായില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിച്ചു, നെഗറ്റീവ് അടിച്ചു. ഫീസിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് എ ക്യാച്ച് ഓൾ കാറ്റഗറി. സ്ട്രക്ചർ മസ്റ്റ് വിത്ത് ലീഗൽ, സ്റ്റേക്ക് ഹോൾഡർ, ട്രേഡ് യൂണിയൻ ഓർ സിമിലർ കൺസ്ട്രെയിൻസ്. എന്തൊക്കെ രീതിയിലുള്ള റെസ്ട്രിക്ഷൻ, എന്തൊക്കെ രീതിയിലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ സ്ട്രക്ചർ ഇതിന് സാറ്റിസ്ഫൈ ചെയ്യണം. സ്കാൻഡൽസ് ഇൻവോൾവ് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഒക്കെ അവരുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ അനാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. ഓക്കെ, അതാണ് സംസാരിക്കുന്നത്. സോ ഫീസിബിലിറ്റി ടെസ്റ്റായി 3 എണ്ണമായി. സ്പെഷ്യലൈസ്ഡ് കൾച്ചേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ടാക്സ് കൺസൾട്ടൻസി ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സിൽ എക്സ്പെർട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരണം, അല്ലാതെ CA കാരെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. The test reflects the value of bringing together specialists so that they can develop their expertise in close collaboration with each other. Structure feels it breaks up important specialist culture test. Difficult links test എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രോഫിറ്റ് കൂട്ടണം. പക്ഷേ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് ഈ പറയുന്നത് പോലെ തന്നെ സംസാരിക്കാനായിട്ടുള്ള ലിങ്ക്. അതായത് ഇപ്പം ഈ പറയുന്ന പോലെ ക്വാളിറ്റിയും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും തമ്മിലൊരു ലിങ്ക് ഉണ്ട്. അത് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് കുറച്ചിട്ട് കാര്യമില്ല. ദിസ് ടെസ്റ്റ് ആസ്ക്സ് വെദർ എ പർപ്പോസ് സ്ട്രക്ചർ വിൽ സെറ്റ് അപ്പ് ലിങ്ക്സ് ബിറ്റ്വീൻ പാർട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ബട്ട് വോണ്ട് ബി സ്ട്രെയിൻ. എക്സ്ട്രീം ഡീസെൻട്രലൈസേഷൻ ടു പ്രോഫിറ്റ് അക്കൗണ്ടബിൾ ബിസിനസ് ഈസ് ലൈക്ലി ടു സ്ട്രെയിൻ റിലേഷൻഷിപ്പ് വിത്ത് സെൻട്രൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. റിഡൻഡന്റ് ഹൈറാർക്കി ടെസ്റ്റ് നമുക്കിപ്പോൾ ഒരു KSRTCയിലൊക്കെ ഒരു എംപ്ലോയിക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ മുകളിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വഴി പോകണമെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് റിഡൻഡന്റ് ഹൈറാർക്കി. ഇതിന് റിഡൻഡന്റ് ഹൈറാർക്കി എന്ന് വിളിക്കുന്നത്. മെനി ലെയേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. അൺഡ്യൂ ബ്ലോക്കേജസ് കൊണ്ടുവരുന്നു. ഡിലേയിങ് ഇൻ റെസ്പോൺസ് ടു റിഡൻഡന്റ് ഹൈറാർക്കി ഹാസ് ബീൻ ആസ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ ട്രെൻഡ് ഇൻ ഇയേഴ്സ്. അക്കൗണ്ടബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് ടെസ്റ്റ് സ്ട്രെസ്സസ് ഇമ്പോർട്ടൻസ് ഓഫ് ക്ലിയർ ലൈൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി,
അക്കൗണ്ടബിൾ ആയിട്ട് ഒരാളെ നമ്മൾ ഫിക്സ് ചെയ്യണം. എൻഷുറിംഗ് ദ കൺട്രോൾ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് മാനേജേഴ്സ് ത്രൂ ദ സ്ട്രക്ചർ ബിക്കോസ് ഓഫ് ദിയർ ഡ്യുവൽ ലൈൻസ് ഓഫ് റിപ്പോർട്ടിംഗ്. മെട്രിക് സ്ട്രക്ചറിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ടെസ്റ്റ് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള എൻവയോൺമെൻറ്റ് ചേഞ്ചസ് വരുമ്പോൾ ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. തൃശ്ശൂർ പൂരം വരുന്ന സമയത്ത് ഹോട്ടലിൽ ഉള്ള എംപ്ലോയീസിനെ മാത്രം വെക്കരുത്, കുറച്ചും കൂടെ എംപ്ലോയീസിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഡിമാൻഡ് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളൊരു പോയിൻ്റാണ്. ചേഞ്ചിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. സെറ്റാണെന്ന് കരുതുന്നു. ഓക്കെ. സ്ട്രാറ്റജി ഫോർമുലേഷൻ, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. പെട്ടെന്നൊന്ന് പരിപാടി നോക്കുക. ടോപ്പ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീന് സ്ട്രാറ്റജി ഫോർമുലേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്നത് പോലത്തെ മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ് ആണ്. ഓക്കെ. സ്ട്രാറ്റജി ഫോർമുലേഷൻ, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി മീൻസ് ലോ കോസ്റ്റ്, എഫക്റ്റീവ്നെസ് മീൻസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ബിഫോർ ആക്ഷനാണ്, ഡ്യൂറിങ് ദി ആക്ഷനാണ്, ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്, ഓപ്പറേഷണൽ പ്രോസസ്സാണ്, ഇൻറ്റ്യൂട്ടീവ് അനലിറ്റിക്കൽ സ്കിൽസ് ഉണ്ട്. ഇവിടെ മോട്ടിവേഷൻ ലീഡർഷിപ്പ് സ്കിൽസ് ആണ്. കോർഡിനേഷൻ ഓഫ് ഫ്യൂ ഇൻഡിവിജ്വൽസ്, കോർഡിനേഷൻ ആകുമ്പോൾ മെനി ഇൻഡിവിജ്വൽസ് ആർ റിക്വയർഡ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ. BPR ഒന്ന് സ്വന്തമായിട്ടൊന്ന് നോക്കുക. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, ഡി കാറ്റഗറി ടോപ്പിക് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഓക്കെ. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് വരുന്നത് സ്ട്രാറ്റജിക് കൺട്രോൾസ് ആണ്. ശ്രദ്ധിക്കുക, സ്ട്രാറ്റജിക് കൺട്രോൾസ് നമ്മുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള കൺട്രോൾസിനെയാണ് സ്ട്രാറ്റജിക് കൺട്രോൾസ് എന്ന് വിളിക്കുന്നത്. പ്രിമൈസ് കൺട്രോൾ എപ്പോഴും കമ്പനീസിനെ സംബന്ധിച്ച് കമ്പനീസ് ഈ പറയുന്നത് പോലെ തന്നെ അല്ലെ വേരിയസ് പ്രിമൈസസ് അസംഷൻസിൻ്റെ പേരിലാണ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക. പ്രിമൈസ് കൺട്രോൾ ചെക്സ് വെദർ ദീസ് പ്രിമൈസസ് ആർ സ്റ്റിൽ വാലിഡ്. ഇത് വാലിഡ് ആണോ എന്ന് നോക്കുകയാണ്. ഇഫ് നോട്ട് സ്ട്രാറ്റജി വിൽ ബി ചേഞ്ച്ഡ്. സ്ട്രാറ്റജി അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. നോക്കി വിചാരിച്ചു ഡ്യൂറബിളായിട്ട് മൊബൈൽ ഫോൺ ഇറക്കിയാൽ കുറേ നാൾ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രിമൈസസ് വാലിഡ് ആയിരുന്നില്ല. സോ സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റജി സർവൈലൻസ് ഇറ്റ്സ് ലൈക്ക് CCTV ക്യാമറ. വിജിലൻസ് ആക്ടിവിറ്റി ത്രൂ വി വിൽ ഒബ്സർവ് ദ ഓർഗനൈസേഷൻ. ബിസിനസ് കോൺഫറൻസസ് മാഗസിൻസിലൊക്കെ വരുന്ന ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കും. സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ അറ്റ് ദ ടൈം ഓഫ് അൺസർട്ടൻ ഇവൻറ്റ്, COVID-19 അങ്ങനെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഫ്ലഡൊക്കെ വരുന്ന സമയത്താണ് ടാസ്ക് ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ. ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. മോണിറ്ററിംഗ് സ്ട്രാറ്റജിക് ത്രസ്റ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് വെച്ചാൽ കുഞ്ഞി പ്രൊജക്ട്സ് ദാറ്റ് വിൽ ലീഡ് ടു ദ സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മളെ സംബന്ധിച്ച് CMA ഫൗണ്ടേഷൻ, CMA ഇൻ്റർ, CMA ഫൈനൽ, ഇതൊക്കെയാണ് സ്ട്രാറ്റജിക് ത്രസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് എപ്പോഴും അച്ചീവ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നോക്കണം. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കണം. മൈൽ സ്റ്റോൺ റിവ്യൂ, നാഴികക്കല്ല്. നിങ്ങൾ CMA ക്വാളിഫൈഡ് ആയി, ലഡു തരില്ല എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ആ സമയത്ത് അതൊരു നാഴികക്കല്ലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ്റെ സിറ്റുവേഷനകത്ത് ക്രിട്ടിക്കൽ പോയിന്റ്സ് അസസ് ചെയ്യാണ്. ആഫ്റ്റർ അച്ചീവ്മെൻറ്റ് ഓഫ് മൈൽ സ്റ്റോൺ ഓർഗനൈസേഷൻ വിൽ ഡു ഫുൾ സ്കെയിൽ റീ അസസ്മെൻറ്റ് ഓഫ് ദി സ്ട്രാറ്റജി. റീ അസസ്മെൻറ്റ് നടത്തുന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. സോ അതും പറഞ്ഞു. ഓക്കെ, അതും പറഞ്ഞു. റോൾ ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഒറ്റയ്ക്കൊന്നും ജസ്റ്റ് ഒന്ന് നോക്കണേ. റോൾ ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ, ഗൈഡ് ലൈൻസ് ഫോർ പ്രോപ്പർ കൺട്രോൾ പറയാനായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ A കാറ്റഗറി ടോപ്പിക് ഫോർ മീ. A കാറ്റഗറി ടോപ്പിക്കാണ്. ഓക്കെ, കാരണം കൺട്രോളിൽ നിന്ന് ഇത്തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗോൾ കോൺഫിഡൻസ് ചോദിച്ചില്ലെങ്കിൽ കൺട്രോൾ, അതും ചോദിച്ചിട്ടില്ലെങ്കിൽ ഏതാണ് 9 ടെസ്റ്റ് ഓഫ് ഗുഡ് ഓർഗനൈസേഷണൽ ഡിസൈൻ. ഓക്കെ. സോ കൺട്രോൾ നമുക്ക് കീ പോയിന്റ്സ് എടുത്ത് പോകാം. റീസണബിൾ ആയിരിക്കണം. ഓക്കെ, ഞാനൊരു ക്യാമ്പ് നടത്തുകയാണ്, അതായത് ഒരു CMAയുടെ ഒരു എക്സാം ക്യാമ്പ് നടത്തുകയാണ്. ഡെയിലി എക്സാംസ് വെച്ചാൽ പിള്ളേർക്ക് ഈ പറയുന്ന പോലെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റീസണബിൾ ആയിരിക്കണം. സോ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ അവരോട് പറയണം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കണം. സോ R for റീസണബിൾ, A for ആക്സെപ്റ്റബിൾ. ഓക്കെ, M ഉണ്ടോ? ഓക്കെ. F for എന്താണ്, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഓക്കെ, അതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഹർത്താലാണെങ്കിൽ രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ടൈംലി ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴാണോ കാര്യങ്ങൾ പറയാനുള്ളത് ആ സമയത്ത് പറയണം, കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? കറക്റ്റീവ് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സംസാരിക്കാനായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം ഷോർട്ട് ടേം കൺട്രോൾസ് രണ്ടും യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സംസാരിക്കാനായിട്ടുള്ളത്. എക്സെപ്ഷൻസ് പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ റിവാർഡ്, അതേപോലെ തന്നെ പണിഷ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മിനിമം എമൗണ്ട് ഓഫ് ഇൻഫർമേഷനേ ആവശ്യമുള്ളൂ. റിലയബിൾ പിക്ചർ ഓഫ് ഇവൻറ്റ്സ്. ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് തന്നെ നമുക്ക് 4 ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഓരോ ചാപ്റ്ററിൽ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കഥയും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യം ഇല്ല എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, റീൽസ് എന്ന് ആലോചിച്ചാൽ മതി. എന്താണ് റീൽസ്? ഓക്കെ, റീൽസ് എന്ന് ഈ പറയുന്നത് പോലെ തന്നെ ആലോചിച്ചാൽ മതി. R for what? റീസണബിൾ. E for what? എക്സെപ്ഷൻ പിൻ പോയിൻ്റ് ചെയ്യണം. ഓക്കെ, എക്സെപ്ഷൻ പിൻ പോയിൻ്റ് ചെയ്യണം. ഓക്കെ, അനദർ E for what? ഈ പറയുന്നത് പോലെ തന്നെ അനദർ E ഏതായിരുന്നു?
നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഇവൻറ്റ്സ്, ലിമിറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ്. ഓക്കെ, ഇവൻറ്റ്സ് അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. L4 ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫണ്ട്സ്. ഓക്കെ, ഒരു കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് എംഫസിസ് റിവാർഡ് ഓഫ് മീറ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫൈൻ 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 മുന്നോട്ട് പോകുന്നു നമ്മൾ. KRA, KPA, KPI, MCQന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സമയമുണ്ടെങ്കിൽ പഠിക്കുക. എടാ, KRA എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? KRA എന്ന് പറയുന്നത് ഒരു ജോബ് പൊസിഷന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. എംപ്ലോയീസിൻ്റെ ജോബ് പൊസിഷന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ KPA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്പെസിഫിക് ആണ്. KPA എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആണ്. KPI എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ സ്പെസിഫിക് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പഠിക്കുക കേട്ടോ. ഗോൾ കോൺഗ്രുവൻസ് മീൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഗോൾസ് പരസ്പരം എന്തായിട്ട് മാറണം? മാച്ചിങ് ആയിരിക്കണം, ഇൻസൈഡ് ചെയ്യണം. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗോൾ കോൺഗ്രുവൻസ് അച്ചീവ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിവിജ്വൽ ഗോൾസ് ഓർഗനൈസേഷൻ ഗോൾസായിട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് എപ്പോഴും കൂടുതലായിട്ടുള്ള സാലറി കിട്ടുക, അല്ലേ, അതേപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുക, വർക്ക് ലൈഫ് ഉണ്ടാവുക, ഇതൊക്കെ ഒരു ആഗ്രഹം. ഓർഗനൈസേഷനെ സംബന്ധിച്ച് പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ളതും ആഗ്രഹമാണ്. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യണം. പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ച് ഓർഗനൈസേഷനിലത്തെ എംപ്ലോയിനെ ചാവുന്നവരെ പണിയെടുപ്പിക്കരുത്. ഇതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ എംപ്ലോയി ഓർഗനൈസേഷനെ കുത്തുവാള എടുക്കരുത്. രണ്ടുപേരൊരു ഇതിനെ വിളിക്കുന്ന പേരാണ് ഒരു വിൻ സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഏജൻസി തിയറി എന്ന് പറയുന്നത് ഒന്നുമില്ലടാ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കമ്പനീസ് ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സോ ദ അഫെയേഴ്സ് ആർ ക്യാരിഡ് ഔട്ട് ബൈ ദ മാനേജ്മെൻറ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ ബേസിക്കലി ഷെയർ ഹോൾഡേഴ്സിൻ്റെ എല്ലാവരുടെയും ഇൻട്രസ്റ്റ് നമുക്ക് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ ഏജൻറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ രീതിയിലുള്ള ഒരു അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തലയിടും. സോ ദാറ്റ് ഈസ് ഏജൻസി തിയറി. എപ്പോഴാണ് സംഭവിക്കുന്നത്? ലുക്സ് അറ്റ് ദ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ അറൈസ് ഇൻ ബിസിനസ് റിലേഷൻഷിപ്പ് വെൻ വൺ പേഴ്സൺ ഡെലിഗേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ടു അനദർ. It offers a way of understanding why managers don't always act in best interest of stakeholders and why that they might sometimes behave unethically and perhaps also illegally. Which means that അവിടെ എന്ത് സംഭവിക്കും? അവിടെ ആ രീതിയിലുള്ള ഒരു എന്തുണ്ടാവും? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. അക്കോർഡിംഗ് ടു ഏജൻസി തിയറി, എംപ്ലോയീസ് ബിസിനസ് ഇൻക്ലൂഡ്സ് ഹാസ് ഹിസ് ഓർ ഹെർ ഒബ്ജക്റ്റീവ്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ അതങ്ങോട്ട് നിൽക്കട്ടെ. എനിക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ ക്ലിക്കത്തിലത്തെ കിട്ടുന്നതിൻ്റെ അവസ്ഥയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് 7:50 ആകുമ്പോഴേക്കും എനിക്കിത് കൺക്ലൂഡ് ചെയ്യണമെന്ന്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ തീരുന്നുമില്ല. കാരണം അപ്പോൾ ഞാനിങ്ങനെ ഏതൊക്കെ ടോപ്പിക് എടുക്കും എന്നുള്ളൊരു നീ പറയുന്നത് പോലെ തന്നെ ഇതിലാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സെഷൻസ് എപ്പോഴും പ്ലാൻഡ് ആയിരിക്കില്ല. ഞാൻ ഈ പറയുന്ന പോലെ റിയൽ ടൈം ആയിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള പോലെ തന്നെ അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങിലാണ് എന്ത് ചെയ്യുക, മീൻസ് അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലാണ് വരിക. ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഞാൻ ഡെലിവർ ചെയ്യും. പക്ഷേ ഇവിടെ എനിക്ക് ക്യാമറ മാത്രമേ ഉള്ളൂ, നിങ്ങളെ കാണുന്നില്ല, അത് മാത്രമാണ് പ്രശ്നം. ഓക്കെ, സോ അച്ചീവ് ഗോൾ കോൺഫിഡൻസ് പെട്ടെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗോൾ കോൺഫിഡൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഗോൾ കോൺഫിഡൻസ് ക്യാൻ ബി അച്ചീവ്ഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏജൻസി പ്രോബ്ലംസ് ക്യാൻ ബി ഡീൽഡ് വിത്ത്. അപ്പോൾ ഈ ഏജൻസി പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് 100% അതേപോലെ ആക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏകദേശം അതേപോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് ഇൻസെൻറ്റീവ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു പ്രോഫിറ്റ്സ് ഓർ ഷെയർ പ്രൈസ്. ഒന്നും ഇല്ലടാ, ഇവർക്ക് ഈ പറയുന്നത് പോലെ തന്നെ മാനേജറൽ റെമ്യൂണേഷൻ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓർ അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് ആൻ ഏജൻസി പ്രൊമൈസ് കോൺഫ്ലിക്റ്റ് or interest inherent in a relationship where one party is expected to act in the best interest of other. ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, മോട്ടിവേഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഏജൻസി പ്രസൻറ്റ് ദംസെൽസ് ടു ആൻ ഏജൻറ്റ് നോട്ട് ടു ആക്ട് ഇൻ ഫുൾ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി പ്രിൻസിപ്പിൾ. നമ്മളെപ്പോഴും നല്ല ഇൻസെൻറ്റീവ്സും കാര്യങ്ങളും കൊടുക്കണം. ഓക്കെ, അതങ്ങനെയാണ് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ആസ്പെക്ട്സ് ഓഫ് ഗോൾ കോൺഫിഡൻസ് ആണ് അധികം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് ആസ്പെക്ട്സ് ഓഫ് ദി ഗോൾ കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ക്രിയേറ്റ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ, ഇൻസെൻറ്റീവ്സ്, കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ള പോയിൻ്റൊക്കെയാണ്. ഓക്കെ, ഫൈൻ. സോ കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ്, ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക, ഹൗ ഗോൾസ് ആർ പെർസീവ്ഡ് ആൻഡ് ആർ ഇമ്പോർട്ടൻറ്റ് ടു അച്ചീവ് ഗോൾ കോൺഫിഡൻസ്. Operational managers have a responsibility of being aware as to what actions are desirable and what goals are to be achieved. അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവിനെ കുറിച്ച് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമൽ ചാനൽസ് വഴി മീറ്റിംഗ്സ്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ഫോർമൽ ചാനൽസ് എല്ലാം ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ വഴി അവരെ എന്ത് ചെയ്യണം? എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു പോയിൻ്റാണ്. ഓപ്പറേഷണൽ മാനേജേഴ്സ് മീൻസ് ആരാണോ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഡയറക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഡയറക്ഷൻ ഈ പറയുന്ന പോലെ എംപ്ലോയീസിന് ക്രിയേറ്റ് ചെയ്യാം. പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഗോൾസ് ഫെസിലിറ്റേറ്റ് എഫിഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് വാട്ട് മാനേജേഴ്സ് വാണ്ട് ദെയർ സബോർഡിനേറ്റ്സ് ടു ഫോക്കസ് ഓൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസേഷനിൽ കയറുന്ന സമയത്ത് നമുക്ക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നൽകുന്നത്. It needs not mention that providing clear information direction, employees can better understand what is expected from them, how to perform adequately, and how to contribute effectively to the achievement of the organizational goals. There is a need to increase the employees' understanding of strategic objectives as well as organization's value drivers. Okay,
മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, മോട്ടിവേഷൻ ഈ പറയുന്നത് പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യാം. മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് പറയാം ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിൽ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക. സെൽഫ് ഇൻട്രസ്റ്റ് അല്ലാതെ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിലോട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ആർട്ടിക്കൽഷിപ്പിലൊക്കെ ടാക്സ് ഓഡിറ്റൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രിൻസിപ്പൽസ് ഒക്കെ നമ്മളെ ആ രീതിയിൽ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. അടിപൊളിയായിട്ട് നമുക്ക് ഈ പറയുന്ന ഫുഡൊക്കെ മേടിച്ച് തരും. നമുക്ക് പ്രിൻസിപ്പൽസ് പോയി കഴിഞ്ഞു വെച്ചാൽ മറ്റേ നമ്മുടെ മറ്റേ ഫേമിൻ്റെ ഈ മണ്ടയിൽ പോയി ഇരുന്നിട്ട് സിനിമ കാണാം. അപ്പോൾ വിച്ച് ക്രിയേറ്റ്സ് ആൻ തിങ്ക് ദാറ്റ് ഇത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എൻ്റെ ഫേമാണ്, നമുക്ക് ടാക്സ് ഓഡിറ്റ് ഈ പറയുന്നത് പോലെ തന്നെ ടാക്സ് ഫയലിംഗ്സ് തീർക്കണം എന്നുള്ള രീതിയിലൊരു തോട്ട് പ്രോസസ്സൊക്കെ വരും. സോ ബേസിക്കലി നമ്മൾ നന്നായിട്ട് ആക്ട് ചെയ്യും. എംപ്ലോയീസ് ക്യാൻ മേക്ക് ദെയർ ഓൺ പെർഫോമൻസ് റിപ്പോർട്ട് ബെറ്റർ ബൈ allocating resources without befitting organization as a whole. One of the strongest reasons for demotivation of employees and managers is dislike for the work allocated. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത വർക്ക് മറ്റുള്ള ആൾക്കാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. ഇൻക്രീസ് ലൈക്ലിഹുഡ് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ടു അച്ചീവ് their individual goals. Organization aim to influence motivation by providing incentives. Research says that individuals need to perform better when they are rewarded. Rewards and compensation should create goal congruence between individual goals and organization goals by stimulating individuals to perform by providing incentives as rewards are related to increased effort. കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പെർഫോം ചെയ്യുന്നതിന് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്താൽ ആ രീതിയിലുള്ള ലൈക്ക് ഈ സോപ്പ് വെസ്റ്റിംഗ് പീരീഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ബേസിക്കലി സെൽഫ് ഇൻട്രസ്റ്റും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും മാച്ച് ആവുന്നുള്ള കാര്യമാണ് പറയുന്നത് മക്കളെ. സോ തേർഡ് ചാപ്റ്റർ ഈസ് ഓവർ. തേർഡ് ചാപ്റ്റർ നമ്മുടെ പരിപാടി തീർന്നു. ഫോർത്ത് ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് എന്തായാലും ഞാൻ പാട്ട് പാടേണ്ടി വരും. ഫോർത്ത് ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് അറ്റംപ്റ്റ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആർ പിയുടെ ബെനിഫിറ്റ്സ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ്റെ ബെനിഫിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ട് തരാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഓക്കെ, മെജോറിറ്റി ടോപ്പിക്സും എൻ്റെ പ്രീവിയസ് മാരത്തണിൽ അപ്ലോഡഡ് ആണ്, അവിടുന്ന് കാണുക കേട്ടോ. ആർ പി എ, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ ബെനിഫിറ്റ്സ്, ഓക്കെ, അതേപോലെ തന്നെ ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ ഗ്രൂപ്പിലില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ എഴുതുന്നത്. ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതൊക്കെ ഷെയർഡാണ് അല്ലേ. ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, സൂപ്പർ ഡ്യൂപ്പർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് അറ്റംപ്റ്റ്. ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതെങ്കിലും 7 എണ്ണം പഠിക്കുക. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ്, ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ഈ പറയുന്നത് പോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്, പഠിക്കുക, നിർബന്ധമായിട്ടും പഠിക്കുക. കോമൺ എലമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. കോമൺ എലമെൻറ്റ്സ് ഓഫ് സ്ട്രാറ്റജിയും ഈ പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർക്കസ്ട്രേറ്റഡ് പ്ലാനിംഗ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്, ഓക്കെ. എക്സാം ടഫ് ആക്കുകയാണെങ്കിൽ ഓർക്കസ്ട്രേറ്റഡ് പ്ലാനിംഗ് ചോദിക്കും. ലെയേഴ്സ് ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ലെയേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഡൺ സെറ്റാണെന്ന് കരുതുന്നു, ഓക്കെ ആണെന്ന് എന്ത് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. കോമൺ എലമെൻറ്റ്സ് ഓഫ് ഡിജിറ്റൽ സ്ട്രാറ്റജി നമ്മൾ മുന്നത്തെ മാരത്തണിൽ അപ്ലോഡഡ് ആണ്. സോ അവിടുന്ന് നോക്കുക, കോമൺ എലമെൻറ്റ്സ് ഓഫ് ഡിജിറ്റൽ സ്ട്രാറ്റജി അവിടുന്ന് നോക്കുക. കറക്റ്റായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാർ ഒന്നുമില്ല. ആദ്യം ഒരു ലീഡറിനെ ചൂസ് ചെയ്യുക. CEO ആണ്, ഡിജിറ്റൽ ഓഫീസറാണ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ്, ആരാണ് ഈ പറയുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അറ്റാക്ക് വേഴ്സസ് ഡിഫെൻഡ്, ഒന്നില്ലെങ്കിൽ പ്രൊആക്റ്റീവായിട്ട് അഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുക. മറ്റൊരാൾ ചെയ്തിട്ട് അത് സക്സസ് ആണെങ്കിൽ നമ്മളത് ചെയ്യുക. ടേക്ക് എ മെഷേർഡ് അപ്രോച്ച്. നോക്കിനെ സംബന്ധിച്ച് നോക്കിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഈ പറയുന്ന പോലെ താഴെയാണ്. നോക്കിയ അല്ലെ കുക്കിൽ ഒതുങ്ങുന്നേ കൊത്താവും, അതാണ് ടേക്ക് എ മെഷേർഡ് അപ്രോച്ച്. ഫ്യൂച്ചർ പ്രൂഫ് ആയിരിക്കണം. ഇപ്പോൾ ഞാനൊരു തിയേറ്ററാണ്, തിയേറ്ററിൻ്റെ കേസിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ നടത്തുന്നുണ്ട്. സോ DTS ആണ്, DTS 2K ഇറക്കിയാൽ കുറച്ച് കഴിഞ്ഞാൽ മറ്റ് തിയേറ്റർ 4K ഇറക്കും. സോ ഫ്യൂച്ചർ പ്രൂഫ് ആവണം എന്നുള്ളൊരു പോയിൻ്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഓർക്കസ്ട്രേറ്റഡ് പ്ലാനിങ് എഗെയിൻ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്കസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളത് ഈ പറയുന്നത് പോലെ തന്നെ പഴയ മാരത്തൺ നോക്കുക. പഴയ മാരത്തൺ ഉണ്ട്, ചാനലിന് താഴെയുണ്ട്. ലെയേഴ്സ് ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, ഇതിപ്പോൾ ലാഭമായല്ലോ. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഈ പറയുന്നത് പോലത്തെ നോക്കേണ്ട കാര്യങ്ങളാണ്. എയും പിന്നെ ഇതൊക്കെ ഇത്തവണത്തേക്ക് എനിക്ക് വലിയ പ്രതീക്ഷയുള്ള കാര്യമില്ല. ബട്ട് സ്റ്റിൽ സമയമുണ്ടെങ്കിൽ അതും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുന്നത്തെ ഏരിയക്കകത്ത്. RPA ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുൻപ്. ഓക്കെ, പിന്നെന്താന്ന് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ ഇതിലോട്ടൊന്നും കൂടുതലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കടക്കുന്നില്ല. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഓക്കെ, സോ ഇന്നലെ ഞാനൊരു പോൾ ഇട്ടപ്പം SM ഓഡിറ്റിൻ്റെ പോൾ ഇട്ടപ്പം ഓഡിറ്റിനാണ് കൂടുതൽ പോൾ വന്നത്. ഇപ്പോൾ അവരെന്നോട് പറയും, സാറേ ഓഡിറ്റിന് പോൾ വന്നിട്ട് സാർ എന്ത് SM ഇട്ടത്തെ എന്ന് പറയും. പക്ഷെ ഞാൻ ആദ്യം എൻ്റെ ഇതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ SM ഈസ് മൈ ഫസ്റ്റ് ലവ്. ഓക്കെ, ഞാൻ ആദ്യം ഈ പറയുന്നത് പോലെ ടീച്ചിങ്ങിലോട്ട് കടക്കുന്ന SM-ലൂടെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ OPSM-ൽ തകർക്കുക. ഓക്കെ, അപ്പോൾ ആ സമയത്തും എനിക്കറിയാൻ കുറേ പേര് SM പഠിക്കാതെ OPM-ൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് നമുക്കൊരിക്കലും റിസ്ക് എടുക്കാൻ പറ്റില്ല. 40 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ് SM-നകത്തുള്ളത്. സോ
നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. എക്സാം കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് സെറ്റായിരുന്നു, ഓക്കെ, റിസൾട്ട് വന്നിട്ട് ലഡ്ഡു തരിക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇറ്റ്സ് രഞ്ജിത്ത് ശിവഹരി സൈനിങ് ഓഫ്.